മമ്മൂട്ടി പിന്നെയും പുതിയ സംവിധായകൻ സിനിമയിലോ? ഡിനോ ഡെന്നീസ്, ഈ പേര് ഞാൻ അവിടെ കേട്ടണല്ലോ. ഡിനോ ഡെന്നീസ് അല്ല, കല്ലൂർ ഡെന്നീസ് എന്നായിരിക്കും. കല്ലൂർ ഡെന്നീസ് ഭയങ്കര പഴയ പുലിയല്ലേ, പുള്ളിയുടെ മോനാണ് ഡിനോ ഡെന്നീസ്. ഓ, ഞാനതല്ല ചോദിക്കാവുന്നത്. മമ്മൂട്ടി ഈ 50 കൊല്ലത്തെ സിനിമാ ജീവിതത്തിലെ എത്ര പുതുമുഖ സംവിധായകരുടെ സിനിമയിൽ അഭിനയിച്ചെന്ന് അറിയോ? ശരിയില്ല, പറഞ്ഞുതരാം. 1986 വിഷു റിലീസായി ഒരു ദിവസം എത്തിയ 3 ചിത്രങ്ങളിലും നായകൻ ഒരാൾ തന്നെ. അതിനേക്കാൾ കൗതുകം, ആ 3 ചിത്രത്തിൻ്റെയും തിരക്കഥ ഒരാൾ തന്നെയായിരുന്നു, കല്ലൂർ ഡെന്നീസ്. റെക്കോർഡായിരുന്നു അങ്ങനെ ഒരു റിലീസ്. കല്ലൂർ ഡെന്നീസ് തിരക്കഥയൊരുക്കിയ മലരും കിളിയും, ക്ഷമിച്ചു എന്നൊരു വാക്ക്, പ്രത്യേകം ശ്രദ്ധിക്കുക എന്നീ മമ്മൂട്ടി ചിത്രങ്ങളായിരുന്നു അത്. 1980 കല്ലൂർ ഡെന്നീസ് മമ്മൂട്ടിയെ പരിചയപ്പെടുന്നത്. ആ രാത്രി എന്ന സിനിമയാണ് ഡെന്നീസ് ആദ്യമായി മമ്മൂട്ടിക്ക് വേണ്ടി എഴുതിയത്. ജോഷിയായിരുന്നു സംവിധായകൻ. ആദ്യമായി ഒരു മലയാള സിനിമയ്ക്ക് ഗ്രോസ് കളക്ഷൻ 1 കോടി രൂപ കവിഞ്ഞ ചിത്രമായിരുന്നു ആ രാത്രി. രണ്ടാമത്തെ മമ്മൂട്ടി ഡെന്നീസ് ജോഷി ചിത്രം സന്ദർഭമായിരുന്നു. സ്ത്രീ പ്രേക്ഷകർക്ക് ഈ ചിത്രത്തോടെ മമ്മൂട്ടി പ്രിയങ്കരനായി മാറി. കുടുംബ പ്രേക്ഷകർ കൂടുതലായി തിയേറ്ററുകളിൽ എത്തിയതോടെ മമ്മൂട്ടിയുടെ താരമൂല്യം കുതിച്ചുയർന്നു. ആ കല്ലൂർ ഡെന്നീസിൻ്റെ മകനാണ് ഡിനോ ഡെന്നീസ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഇപ്പോൾ ഒരുങ്ങുന്ന ബസൂക്ക. ആദ്യ ചിത്രത്തിൻ്റെ രചനയും ഡിനോ തന്നെയാണ്. അപ്പോൾ പറയാനുള്ളത് മമ്മൂട്ടിയും നവാഗതരെയും കുറിച്ചാണ്. മമ്മൂട്ടി ചിത്രത്തിലൂടെ മലയാള സിനിമാ സംവിധാന നിരയിലേക്ക് എത്തിയവരെ കുറിച്ചാണ്. മമ്മൂട്ടിയെ നായകനാക്കി സിനിമ എടുക്കുക എന്നത് സംവിധാന മോഹവുമായി നടക്കുന്ന ഏതൊരു സിനിമാക്കാരൻ്റെയും സ്വപ്നമാണ്. ഏറെക്കാലം സഹസംവിധായകരായി പ്രവർത്തിച്ചവർ, ക്യാമറയ്ക്ക് പിന്നിൽ നിന്നവർ, എഴുത്തിൽ ഏറെക്കാലം കഴിവ് തെളിയിച്ച നിരവധി പേർ ആദ്യ ചിത്രം മമ്മൂട്ടിയെ നായകനാക്കി എടുത്തിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് തിരക്കഥയൊരുക്കിയ ഡെന്നിസ് ജോസഫിൻ്റെയും ഏറെക്കാലം ക്യാമറ ചലിപ്പിച്ച അമൽ നീരദിൻ്റെയും ആദ്യ സംവിധാന സംരംഭത്തിൽ മമ്മൂട്ടിയായിരുന്നു നായകൻ. എഴുതി തെളിഞ്ഞ ഡെന്നിസ് ജോസഫും ലോഹിയും ബാബു ജനാർദ്ദനും ആദ്യം ആക്ഷൻ പറഞ്ഞത് മമ്മൂട്ടി ചിത്രത്തിനായിരുന്നു. ഡിനോയെ പോലെ തന്നെ മമ്മൂട്ടിയെ വെച്ച് സിനിമയെടുക്കാൻ നിൽക്കുന്ന സംവിധാന മോഹികളുടെ നീണ്ട നിരയുണ്ട്. തന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കഥ വന്ന് പറഞ്ഞാൽ താൻ ഓക്കെയാണെന്ന് പറയാൻ മടിയില്ല എന്ന് തന്നെയാണ് മമ്മൂട്ടി എന്ന നടനെ വ്യത്യസ്തമാക്കുന്നത്. പുതുമുഖ സംവിധായകരുടെ ചിത്രത്തിൽ നായകൻ എന്നതിൽ റെക്കോർഡിനുടമ കൂടിയാണ് മമ്മൂട്ടി. കെ മധു, ഡെന്നീസ് ജോസഫ്, ലോഹിത് ദാസ്, ലാൽ ജോസ്, ബ്ലെസ്സി, അൻവർ റഷീദ്, അമൽ നീരദ്, ആഷിഖ് അബു, വൈശാഖ്, മാർട്ടിൻ പ്രക്കാട് തുടങ്ങി മലയാളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന സംവിധായകരെല്ലാം തങ്ങളുടെ ആദ്യ സിനിമയിൽ നായകനായി തേടിയെത്തിയത് മമ്മൂട്ടിയെയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും പുതുമുഖ സംവിധായകർ എന്ന ചോദ്യത്തിന് അദ്ദേഹം പലതവണ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല അവരെയൊന്നും സെലക്ട് ചെയ്യുന്നത്, അവരാണ് എന്നെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. പുതുമുഖ സംവിധായകർക്ക് എന്തെങ്കിലും പുതുതായി പറയാനുണ്ടാകുമെന്നാണ് മമ്മൂട്ടിയുടെ പക്ഷം. ആ പറച്ചിലിനൊപ്പം നിൽക്കുമ്പോൾ തന്നെ തന്നിലെ നടനെ അദ്ദേഹം പുതുക്കിയെടുക്കുന്നത് കാണാം. കഴിവും കഥയുടെ പുതുമയും പരിഗണിച്ചാണ് മമ്മൂട്ടി കൈ കൊടുക്കുക. തമിഴിൽ ലിംഗുസ്വാമി, ടി അരവിന്ദ്, ധരണി, തെലുങ്കിലാണെങ്കിൽ മഹി, ഹിന്ദിയിൽ ബാപ്പാദിത്യ റായ് തുടങ്ങി മമ്മൂട്ടി ഡേറ്റ് നൽകിയ ലിസ്റ്റിൽ അന്യഭാഷാ നവാഗത സംവിധായകരുമുണ്ട്. രത്തീന, സുമതി റാം എന്നീ വനിതകൾക്കും ആദ്യ സിനിമയ്ക്കായി മമ്മൂട്ടി ഡേറ്റ് നൽകിയിട്ടുണ്ട്. ആദ്യമായി ഒരു പുതുമുഖ സംവിധായകന് മമ്മൂട്ടി കൈ കൊടുക്കുന്നത് 1985 അത് കൊച്ചിൻ ഹനീഫക്കായിരുന്നു. നെടുമുടി വേണു, ശങ്കർ, ജഗതി എന്നിവർ തകർത്തഭിനയിച്ച ഒരു സന്ദേശം കൂടി എന്ന ചിത്രമായിരുന്നു അത്. തുടക്കത്തിൽ പറഞ്ഞ കല്ലൂർ ഡെന്നീസ് ചിത്രം മലരും കിളിയുമാണ് മമ്മൂട്ടി പുതുമുഖ സംവിധായകനുമായി ഒരുമിച്ച രണ്ടാമത്തെ ചിത്രം. കെ മധു എന്ന സംവിധായകൻ മലയാള സിനിമാ സംവിധാന നിരയിലേക്ക് കാലെടുത്ത് വെച്ചത് ഈ ചിത്രത്തിലൂടെയാണ്. പിന്നീട് 10 തവണ കെ മധു മമ്മൂട്ടിക്കൊപ്പം വന്നു. ഇതിൽ തന്നെ ലോക റെക്കോർഡുമായി ഒരു നായകൻ, ഒരു തിരക്കഥാകൃത്ത്, ഒരു സംവിധായകൻ ഒരുമിച്ച സേതുരാമയ്യ ഫ്രാഞ്ചൈസിയിൽ 5 ചിത്രങ്ങളുണ്ടായി. 86 തന്നെ മറ്റൊരു പുതുമുഖ സംവിധായകന് കൂടി മമ്മൂട്ടി ഡേറ്റ് കൊടുത്തു. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി. ആ ചിത്രത്തിൻ്റെയും തിരക്കഥാകൃത്ത് കല്ലൂർ ഡെന്നീസ് ആയിരുന്നു. സിനിമാ കഥയെഴുത്തുകാരുടെ സഹായിയായി ആരംഭിച്ച തേവലക്കര ചന്ദ്രപ്പനായിരുന്നു ആ ചിത്രത്തിൻ്റെ സംവിധായകൻ. ആ വർഷം മമ്മൂട്ടി നായകനായി തിയേറ്ററിലെത്തിയത് 34 ചിത്രങ്ങളാണ്. 88 അടുത്ത പുതുമുഖ സംവിധായകൻ്റെ ചിത്രത്തിൽ മമ്മൂട്ടി നായകനാവുന്നത്. അത് ഡെന്നിസ് ജോസഫിൻ്റെ ചിത്രത്തിലാണ്. മലയാളത്തിൻ്റെ സൂപ്പർ ഹിറ്റ് തിരക്കഥാകൃത്തിൻ്റെ സംവിധാന അരങ്ങേറ്റം. ഷിബു ചക്രവർത്തിയോടൊപ്പം ചേർന്നാണ് ഡെന്നിസ് ജോസഫ് മനു അങ്കിളിൻ്റെ രചന പൂർത്തിയാക്കുന്നത്. ഇതേ കൂട്ടുകെട്ടിൽ തൊട്ടടുത്ത വർഷം മമ്മൂട്ടിയെ നായകനാക്കി അഥർവം എന്ന ചിത്രത്തിനും ഡെന്നിസ് ജോസഫ് ആക്ഷൻ പറഞ്ഞു. ആ വർഷം തന്നെ GS വിജയൻ എന്ന നവാഗതനൊപ്പം ചരിത്രം എന്ന സിനിമയുമായി മമ്മൂട്ടി എത്തി. 2012 ബാവുട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രത്തിലാണ് GS വിജയനൊപ്പം മമ്മൂട്ടി വീണ്ടും എത്തുന്നത്. 1990 സാമ്രാജ്യം എന്ന ഹിറ്റ് സിനിമ റിലീസ് ചെയ്യുന്നത്. ആ മമ്മൂട്ടി ചിത്രത്തിലൂടെ ജോമോൻ എന്ന സംവിധായകൻ്റെ ഉദയമായിരുന്നു. പിന്നീട് 7 വർഷം ഒരു നവാഗത സംവിധായകൻ്റെയും ചിത്രത്തിൽ മമ്മൂട്ടി നായകനായി എത്തിയില്ല. എന്നാൽ 97 ലോഹിത് ദാസിന് മമ്മൂട്ടി ഡേറ്റ് കൊടുത്തു. അങ്ങനെയാണ് ഭൂതക്കണ്ണാടി ഉണ്ടാവുന്നത്. പിന്നീട് അരയന്നങ്ങളുടെ വീടിലും ലോഹി മമ്മൂട്ടിക്കായി ആക്ഷൻ പറഞ്ഞു. 1998 ഒരു മറവത്തൂർ കനവിലൂടെയാണ് സംവിധായകൻ ലാൽ ജോസിനെ മമ്മൂട്ടി പരിചയപ്പെടുത്തുന്നത്. പിന്നീട് പട്ടാളത്തിലും ഇമ്മാനുവലിലും ലാൽ ജോസിനൊപ്പം മമ്മൂട്ടി എത്തി.
ദില്ലും ധൂളും കുരുവിയുമൊക്കെ സംവിധാനം ചെയ്ത ധരണി മമ്മൂട്ടിയെ നായകനാക്കിയാണ് സംവിധാനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. 1999 പുറത്തിറങ്ങിയ തമിഴ് ചിത്രം എതിരും പുതിരിലൂടെയായിരുന്നു അത്. പിന്നീട് ഒരു പുതുമുഖ സംവിധായകനോടൊപ്പം മമ്മൂട്ടി സിനിമ ചെയ്യുന്നത് 2004 മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് 2004. ആ വർഷം റിലീസ് ചെയ്ത 3 മമ്മൂട്ടി ചിത്രങ്ങൾ നവാഗത സംവിധായകരുടേതായിരുന്നു. പ്രമോദ് പപ്പനുമായി വജ്രം, ബ്ലസ്സിയോടൊപ്പം കാഴ്ച, സഞ്ജീവ് ശിവൻ്റെ അപരിചിതൻ. തൊട്ടടുത്ത വർഷം 2005 മലയാള സിനിമ ബോക്സ് ഓഫീസിന് തീയിടാൻ ബെല്ലാരിയിൽ നിന്ന് ആ പോത്തു വ്യാപാരി എത്തുന്നത്. അൻവർ റഷീദ് എന്ന പുതുമുഖ സംവിധായകൻ്റെ രാജകീയ എൻട്രി. അവിടെ നിന്നും 2 വർഷം കഴിഞ്ഞപ്പോൾ സ്റ്റൈലിഷ് സംവിധായകൻ അമൽ നീരദ് മമ്മൂട്ടിയെ സ്റ്റൈലിഷ് നായകനാക്കി ബിഗ് ബി അവതരിപ്പിച്ചു. മലയാളത്തിൻ്റെ സീൻ മാറിയത് യഥാർത്ഥത്തിൽ അവിടെയായിരുന്നു. മമ്മൂട്ടി ഗസ്റ്റ് റോളിലാണെങ്കിലും എം മോഹൻ എന്ന സംവിധായകൻ്റെ ആദ്യ ചിത്രം കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലും മമ്മൂട്ടി തന്നെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. 2008 മായാബസാറിലൂടെ തോമസ് സെബാസ്റ്റ്യനും വരവറിയിച്ചു. 2009 മമ്മൂട്ടിയെ നായകനാക്കി ഡാഡി കൂളിലൂടെ ആഷിഖ് അബു എത്തി. പിന്നീട് ഗ്യാങ്സ്റ്ററിലും ആഷിഖ് മമ്മൂട്ടിക്കായി ആക്ഷൻ പറഞ്ഞു. തൊട്ടടുത്ത വർഷം പോക്കിരി രാജയുമായി വൈശാഖും ബെസ്റ്റ് ആക്ടറുമായി മാർട്ടിൻ പ്രക്കാട്ടും മമ്മൂട്ടിയെ കൂട്ടുപിടിച്ച് ഇൻഡസ്ട്രിയിലെത്തി. 2011 ഡബിൾസുമായി സോഹൻ സിനുലാലും ബോംബെ മാർച്ച് 12മായി ബാബു ജനാർദ്ദനും അരങ്ങേറി. 2012 ജവാൻ ഓഫ് വെള്ളിവലുമായി അനൂപ് കണ്ണനും എത്തി. മാർത്താണ്ഡൻ എന്ന സംവിധായകൻ്റെ അരങ്ങേറ്റം ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസിലൂടെയായിരുന്നു. 2014 ബാല്യകാല സഖിയുമായി പ്രമോദ് പയ്യന്നൂരും വന്നു. ആ വർഷം തന്നെ മമ്മൂട്ടിയുടെ ഫാൻ ബോയ് തൻ്റെ ആരാധ്യ പുരുഷനുമായി ആദ്യ ചിത്രത്തിൽ തന്നെ ആക്ഷൻ പറഞ്ഞു. രാജാതിരാജയിലൂടെയായിരുന്നു അജയ് വാസുദേവിൻ്റെ മാസ് എൻട്രി. പിന്നീട് മമ്മൂട്ടിയെ നായകനാക്കി മാസ്റ്റർ പീസും ഷൈലോക്കും. മാസ് ചോദിച്ചവർക്ക് കൈ നിറയെ കൊടുത്തു അജയ്. മലയാളത്തിൻ്റെ ഹിറ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ രഞ്ജി പണിക്കരുടെ മകൻ നിതിൻ രഞ്ജി പണിക്കരുടെ സംവിധാന അരങ്ങേറ്റം 2016 മമ്മൂട്ടിയെ നായകനാക്കി കസബയിലൂടെയായിരുന്നു. ദി ഗ്രേറ്റ് ഫാദറിലൂടെ ഹനീഫ് അദനയും എത്തി. 2018 റിലീസ് ചെയ്ത 4 മമ്മൂട്ടി ചിത്രത്തിൻ്റെയും സംവിധായകർ പുതുമുങ്ങളായിരുന്നു. ശ്യാം ദത്ത് സ്ട്രീറ്റ് ലൈറ്റ്, ശരത് സന്ദിത്ത് പരോൾ, ഷാജി പാടൂർ അബ്രഹാമിൻ്റെ സന്തതികൾ, സേതു കുട്ടനാടൻ ബ്ലോഗ്. നിർഭാഗ്യവശാൽ അബ്രഹാമിൻ്റെ സന്തതികൾ ഒഴികെ മറ്റു 3 ചിത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടില്ല. 18-ാം പടിയിലൂടെ ശങ്കർ രാമകൃഷ്ണനും ദി പ്രീസ്റ്റിലൂടെ ജോഫിൻ ടി ചാക്കോയും സംവിധാന കുപ്പായമണിഞ്ഞു. 2022 മമ്മൂട്ടി ഒരു വനിതാ സംവിധായകയുടെ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. രത്തീനയുടെ പുഴുവിലൂടെയായിരുന്നു അത്. മലയാള സംവിധായക നിരയിലേക്ക് രത്തീനയുടെ സൂപ്പർ എൻട്രി ആയിരുന്നു അത്. ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് ആ സ്ക്വാഡിൻ്റെ താണ്ഡവത്തിനായിരുന്നു കഴിഞ്ഞ വർഷം മലയാള സിനിമ ഇൻഡസ്ട്രി സാക്ഷ്യം വഹിച്ചത്. റോബി രാജ് വർഗീസ് എന്ന സംവിധായകൻ കണ്ണൂർ സ്ക്വാഡുമായി എത്തി. ഇനി വരാനുള്ളത് ബസൂക്കയാണ്. തുടക്കത്തിൽ പറഞ്ഞ ആ ചിത്രം. ഈ പട്ടിക ഇങ്ങനെ നീളുകയാണ്. വലിയ മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന മറ്റൊരു മമ്മൂട്ടി ചിത്രമാണ് ബസൂക്ക. മമ്മൂട്ടിയെ കൂട്ടുപിടിച്ച് മറ്റൊരു സിനിമാ പ്രേമിയുടെ കിടിലൻ എൻട്രിക്കായി കാത്തിരിക്കുകയാണ് മലയാള സിനിമാസ്വാദകർ.